ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓഫർ ടൈം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ് എന്നുള്ളതാണ്. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എലോൺ ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒറ്റപ്പെട്ട അവസ്ഥ, കൂട്ടിന് ആരുമില്ലാതെ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു സന്തോഷിപ്പില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ചുറ്റിനുമുണ്ട്, പക്ഷെങ്കിൽ അവർക്ക് ആ ഒരു സന്തോഷമില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് അതേപോലെ ഈ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നിട്ടൊക്കെ ഇവർ മൂവ് ഓൺ ചെയ്തു പോവുകയാണ്, തിരിഞ്ഞ് നടക്കുകയാണ്. എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നടക്കുകയാണ്. എന്നാൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് അവർക്ക് ഇല്ലാത്തതുപോലെ. ഫോർ ഓഫ് പെൻഡക്കിളാണ് ഇവിടെ കറൻറ്റ് എനർജിയിൽ. നിങ്ങളോടുള്ളൊരു സ്നേഹം ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മീൻസ് അവർ നിങ്ങളെവിടെയും പോവരുത്, നിങ്ങൾ വേറെ ആർക്കും സ്നേഹം കൊടുക്കരുത് എന്നൊക്കെയുള്ളൊരു പോസസീവ്നെസ്. അതേപോലെ അവർ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ വേറെ ആരും സ്നേഹിക്കരുത്. അവർക്ക് തന്നെ വേണം. എന്ത് പറയുകയാണെങ്കിലും, നിങ്ങളുടെ ഇടയിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അവർക്ക് തന്നെ നിങ്ങളെ വേണം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ സ്നേഹത്തെ പിടിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അവർക്കിവിടെ എലോൺ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അത്രയും പേര് ചുറ്റിനും സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടായിട്ടും അവരിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഓൺ ആൻഡ് ഓഫ് ഓർ ലെസ് കോണ്ടാക്ട് ഓർ ബ്രേക്കപ്പ് സംതിങ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ആ ഒരു പ്രസൻസ് ആയിരിക്കും അവർക്ക് മിസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഉള്ളിലൊരു ഫീല് നിങ്ങളെ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്ന, അവരിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു എനർജി. എംപ്രസ് കാർഡാണ്. ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. ഫെമിനിൻ എനർജി കൂടുതലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പം ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഫെമിനിൻ എനർജി കൂടിയ ഒരു സമയമാണ്. ദാറ്റ് മീൻസ് കെയറിങ്, അതുപോലെ ഒരുപാട് സ്നേഹം, ഭയങ്കരമായിട്ടും ഒരു സ്ത്രീയുടെ എനർജി കൂടുക. ഓക്കെ, അതായത് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് താഴ്ന്നു പോവുക, ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് എനർജി വരിക, ഒരുപാട് സ്നേഹം തോന്നുക, അതൊരു അൺകണ്ടീഷണൽ ലവിലേക്കൊക്കെ പോകുന്ന രീതിയിൽ സ്നേഹം തോന്നുക. അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. 3 ഓഫ് കപ്സ് ആണ്. ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. മേ ബി നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങൾ ഇഷ്ടത്തിലായിട്ടുള്ളൊരു ദിവസം വരിക, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസം വരിക, കാണാൻ വേണ്ടി തീരുമാനിച്ച് നിങ്ങൾ ചിലപ്പം നേരിട്ട് കാണാത്ത വ്യക്തികളൊക്കെ ആയിരിക്കാം. സോ ഇന്ന ദിവസം കാണാമെന്ന് പ്ലാൻ ചെയ്തതായിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ദൂരദേശത്തൊക്കെയാണ്, വിദേശത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്തോട്ട് വരാം, കാണാൻ വരാം എന്ന് പറഞ്ഞ ഒരു ഇതായിരിക്കാം. എന്തോ ഒരു സെലിബ്രേഷൻ അടുത്ത് നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ. ആൻഡ് അതുപോലെ അത് നടക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു സെലിബ്രേഷനിലേക്കുള്ളൊരു ടൈം എത്തി എന്നുള്ള രീതിയിൽ, നേരിട്ട് കാണുന്ന രീതിയിൽ അത് അവർ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് 8 ഓഫ് പെൻഡക്കിളാണ്. വെയിറ്റ് ചെയ്യാണ് അവർ. ഇപ്പം ഈ ഒരു കറൻ്റ്ലി അവരുടെ എനർജി ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് പ്രസൻസ് എന്ന് പറയുമ്പം എനർജി കൊണ്ട് മാത്രമല്ല, നിങ്ങളെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ആ ഒരു പ്രസൻസ് വേണം എന്നുള്ള രീതിയിൽ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനുള്ളൊരു വെയിറ്റിംഗ് ആണ് അവരിവിടെ ചെയ്യുന്നത്. ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് 7 ഓഫ് കപ്സ് ആണ്.
നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കാര്യങ്ങളും തരാം. മീൻസ് അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് തന്ന വാക്കായിരിക്കാം, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രോമിസുകളായിരിക്കാം, അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഓവറോൾ എനർജി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അടുത്തോട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് തന്നെ കണ്ട് ഒരു ഡേറ്റിംഗ് പോലെ സ്നേഹം തരിക, സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളെയും കൂട്ടിയിട്ട് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കിപ്പോൾ പ്രസൻ്റ്ലി ഉള്ളൊരു എനർജി മാത്രമാണ് അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം തന്നെ അവർ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കൂടി നോക്കാം, ആൻഡ് അതിനുശേഷം ക്ലൂസ് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ്. അൺലക്കി വന്നിട്ടുണ്ട്, ഡോണ്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, ദർ ഇസ് എ സംതിങ് ബെറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്നേഹം കിട്ടണമെന്നില്ല. അത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഒരിക്കലും ഞാൻ പറയുന്നത് ചതിച്ചു പോയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടല്ല. മനസ്സിലാക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. സോ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബന്ധത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. പലരും പല എനർജിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. സോ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ദർ ഇസ് എ സംതിങ് ബെറ്റർ എന്നൊരു ഏഞ്ചൽ കാർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും സ്മൂത്ത് ആയിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല പോകുന്നത്, അവർക്ക് തോന്നുമ്പോൾ വരുന്നു, അവർക്ക് തോന്നുമ്പോൾ അവർ സ്നേഹം തരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ഗൈഡൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ അവരെ തന്നെ ഇങ്ങനെ അവർ കാരണം എൻ്റെ ലൈഫ് പോയി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ്, ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടാകും, സെലക്ട് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് നല്ലതാണ് കിട്ടുന്നതെങ്കിൽ അതിന് പൊന്നുപോലെ തന്നെ കൊണ്ടു നടക്കുക. മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അധികാര സ്വഭാവം, വെറുതെ ഡൗട്ട് അടിക്കുന്ന സ്വഭാവം, അവർ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആർഗ്യുമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ്, ഇപ്പം നല്ല ആളായിരിക്കാം, പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും അവരിങ്ങനെ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ആളുകളെ വിട്ട് കളയാതിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഏഞ്ചൽ ഗൈഡൻസ് ഇതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ്, അതിന് മുൻപേ ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ലെറ്റർ ഐ വന്നിട്ടുണ്ട്, ലെറ്റർ എക്സ് വന്നിട്ടുണ്ട്. ഫേവറിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നെയിമിൻ്റെ ലെറ്റർ ആയിരിക്കാം. 24 വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ്. എഫ് വന്നിട്ടുണ്ട്, ആൻഡ് 2 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. എച്ച് ആണ്, 14 ആൻഡ് 4, 21. ലെറ്റർ ബി വന്നിട്ടുണ്ട്, 15 ആൻഡ് 5. 2 ക്ലൂസും കൂടി എടുക്കാം. 39 ഏജ് ആയിരിക്കാം. ലെറ്റർ എ ആൻഡ് 9, 19. ഇത്രയും ക്ലൂസ് എടുത്തിട്ടുള്ളൂ. ഇത് മേ ബി നിങ്ങളുടെ നെയിമിൻ്റെ ലെറ്റേഴ്സിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലെറ്റർ ആയിരിക്കാം, ഫേവറേറ്റ് ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ പരസ്പരം. ഓക്കെ, അപ്പം ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.